പാർലമെന്റിന്റെ ഇരു സഭകളുമൊക്കെ തന്നെ ചേർന്ന ദിവസമാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ചേരുന്നത്. അപ്പോൾ ഇന്ന് അത് ബഹളത്തിൽ പിരിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അടിയന്തര പ്രമേയങ്ങളിൽ ചർച്ച വേണമെന്ന ആവശ്യം പരിഗണിക്കാതെ വന്നതോടെയാണ് സഭ ബഹളത്തിലായത്. വയനാട് പ്രത്യേക പാക്കേജ്, അദാനി, മണിപ്പൂർ വിഷയങ്ങൾ ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് രാജ്യസഭയിലും അനുവദിച്ചില്ല. സഭാ നടപടികൾ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷ നിലപാടിനെ തുടർന്നാണ് രാജ്യസഭ പിരിഞ്ഞത്. അതിനിടെ നാളെ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവർ മാത്രമാണ് നാളെ സഭയിൽ സംസാരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ ഒപ്പിട്ട കത്ത് സ്പീക്കർക്ക് നൽകി. കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷവും പ്രതിപക്ഷവും തുല്യ റോളിൽ പ്രവർത്തിക്കുന്നവരാണ്. സാധാരണഗതി ഭരണപക്ഷത്തെ നമ്മളെ ഒരു കണ്ടോളൻസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ ഭരണപക്ഷത്തിന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ലീഡർ ഓഫ് ഓപ്പോസിഷൻ പ്രസംഗിക്കും. ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആഘോഷം നടത്തുന്നതായിട്ട് കണ്ടിട്ട് പ്രതിപക്ഷ നേതാവിന് ഡയസിലിരിക്കാൻ പോലും അവസരമില്ല. ഇത് ഭരണഘടനയെ തന്നെ തൻ്റെ മോഡി പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒരു ആത്മാർത്ഥ്യം ഇതിനകത്തില്ല.